ഉണ്ടായിരുന്നു. അവൻ രണ്ടു പ്രാവശ്യം കാല് പൊക്കി എന്നെ ചവിട്ടാൻ വന്നതാ ഒരു മകൻ. അതുകൊണ്ട് പേടിയാ വരുന്നു പറഞ്ഞുകൊണ്ട് ഞാനും പിന്നെ ഇറങ്ങിയതാ. മകനെ പേടിയുണ്ടോ? പേടിയുണ്ട്. എന്താ ഉപദ്രവിക്കുന്നുള്ള പേടി. രണ്ടു പ്രാവശ്യം പ്രിയപ്പെട്ട പിന്നെ മലയാളി സമരങ്ങളോട് പറയാനുള്ളത്, ജീവിക്കാൻ അറിയാതിരിക്കരുത്, ജീവിക്കാൻ പഠിക്കണം. സ്വന്തമായിട്ടൊരു കരുതലില്ല, എല്ലാവർക്കും വേണം. അതില്ലെങ്കിൽ ഇത് തന്നെ ഗതി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 40 വർഷം പ്രവാസ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ പോകാനൊരു ഇടമില്ല. ഇദ്ദേഹം ഇപ്പോൾ കഴിയുന്നത് കൊല്ലം ജില്ലയിലെ കരിപ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കടമുറിയോട് ചേർന്നുള്ള ഒരു കുഞ്ഞു റൂമിലാണ്. വിദേശത്ത് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. 40 വർഷക്കാലം ഒമാൻ, സൗദി, അബുദാബി എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത ഒരു പ്രവാസി. കിട്ടിയ സമ്പാദ്യങ്ങളെല്ലാം തൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെക്കുകയും ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. 80-ൽ പരം തൊഴിലാളികളെ വെച്ച് സ്വന്തമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയായിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ വെച്ച് ഒരു സ്ട്രോക്ക് വന്നു. മേജർ ശസ്ത്രക്രിയ നടത്തി ശരീരത്തിൻ്റെ ഒരു വശം സ്വാധീനം നഷ്ടപ്പെട്ടു. പിന്നീട് നാട്ടിൽ വരേണ്ടി വന്നു. പിന്നീട് കുടുംബവുമായൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും പിന്നീട് കരാർ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് പോകാൻ ഒരു സ്ഥലമില്ല. ഒരു കാലത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയായിരുന്നു. ഇന്നൊരു കുടുംബമെല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് പോകാനൊരു ഇടമില്ലാതെ ഇങ്ങനെ കടമുറി കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറ്റണം എന്നാണ് കരുതുന്നത്. അതിന് അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ പൂർണ്ണ സമ്മതവുമാണ്. പ്രവാസി വിദേശത്ത് നിൽക്കുമ്പോൾ സ്വദേശത്തുള്ളവർക്ക് വലിയ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളുമൊക്കെ സാധിച്ചു നൽകുന്ന ഒരു മെഷീൻ മാത്രമാണ്. ആ മെഷീനൊന്ന് പണിമുടക്കിയാൽ തിരികെ നാട്ടിലെത്തിയാൽ പിന്നീട് യാതൊരു വിലയും ഇവർ നൽകുന്നില്ല. അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണുന്ന രാജീവൻ. ജീവിക്കാൻ അറിയാതിരിക്കരുത്, ജീവിക്കാൻ പഠിക്കണം. സ്വന്തമായിട്ടൊരു കരുതലില്ല, എല്ലാവർക്കും വേണം. അതില്ലെങ്കിൽ ഇത് തന്നെ ഗതി. കഴിഞ്ഞ കാലത്തെ പറ്റി ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് ജീവിക്കാൻ മാറും. എന്തായാലും ആത്മഹത്യ ചെയ്യാൻ വയ്യ, അത് ഞാൻ ചെയ്യത്തില്ല. അയച്ചു കൊടുത്തിട്ട് രേഖ നമ്മൾ അയച്ചു കൊടുത്തു. ഇപ്പോൾ ഇപ്പോൾ രേഖ സൂക്ഷിക്കാൻ അന്നേരമൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനെ വരുമെന്ന്. നമ്മൾ പിന്നെ ഇവിടെ വന്ന് ആരും നോക്കാനില്ല ഒരു കണ്ടീഷൻ ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വീണ്ടും ഗൾഫിൽ പോയി, അബുദാബിയിൽ പോയി സ്വന്തം കമ്പനി ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി ആണോ വെച്ച് വിറ്റ് ആ സ്ട്രോക്കിന് വേണ്ടി ആ പൈസ എല്ലാം ചിലവായി. പിന്നെ അവിടുന്ന് അവർ ഹോസ്പിറ്റലുകാർ 4 മാസം ചികിത്സ കഴിഞ്ഞ് ഒരു നടക്കാറായപ്പോൾ എന്നെ കയറ്റി വിട്ടു. ഞാൻ പോരുന്നു. പിന്നെ തിരിച്ചു പോയില്ല, വിസ കിടപ്പുണ്ട്. ഇതാണ് സ്ഥിതി. ഇപ്പോഴത്തെ എൻ്റെ എന്ന് പറയാൻ വരുമാനമൊന്നുമില്ല, ജീവിക്കണ്ടേ. ഇപ്പോൾ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ 4 ദിവസം ഒരാഴ്ച കഴിഞ്ഞാൽ ആരെങ്കിലും അറിയത്തുള്ളൂ. ഇവിടെ അങ്ങനെ എന്നെ വിളിക്കാറൊന്നും ഇല്ലാരും. ആകെ കോണ്ടാക്റ്റുള്ള പാർട്ടി പുള്ളിയാണ്. അബ്ദുൾറസാഖാണ് അച്ഛനെ എന്തെങ്കിലും ഒരു സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് കാണും. ഉണ്ടായിരുന്നു. അവൻ രണ്ടു പ്രാവശ്യം കാല് പൊക്കി എന്നെ ചവിട്ടാൻ വന്നതാ ഒരു മകൻ. അതുകൊണ്ട് പേടിയാ വരുന്നു പറഞ്ഞുകൊണ്ട് ഞാനും പിന്നെ ഇറങ്ങിയതാ. മകനെ പേടിയുണ്ടോ? പേടിയുണ്ട്. എന്താ ഉപദ്രവിക്കുന്നുള്ള പേടി. 2 പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാല് പൊക്കി വന്നോ. ഉപദ്രവിച്ചോ? 2 തവണ ഉപദ്രവിച്ചില്ല, ഉപദ്രവിക്കാൻ വേണ്ടി ആക്ഷൻ കാണിച്ചു. അങ്ങനെ ആദ്യം ഇറങ്ങുന്നത് അവിടുന്ന് പോലീസ് സ്റ്റേഷനൊക്കെ പോകുന്നത്. അതിനുശേഷം പിന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ അവിടെ ഭക്ഷണമില്ല, മരുന്നിനൊന്നും മാർഗമില്ല. എല്ലാ തരാതും പറഞ്ഞ് കുടിച്ചിട്ട് പോയി. അവർക്ക് നാണക്കേടോ വീട്ടിൽ അവിടെ താമസിക്കാൻ എല്ലാവരും വന്നിട്ടുള്ളൂ. ചേട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആരും ഇതിനകത്ത് ഇടപെടുന്നില്ല. പുള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യായ്മയും കൊണ്ട് നടക്കുകയാണ്.
ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അടുത്ത സമയത്ത് വീട്ടിലായിരുന്നു, അവിടെ നിന്ന് കാരണത്തന്നെ ഇറങ്ങി. പിന്നെ ഭക്ഷണം തരുന്നില്ല, മരുന്നില്ല. വീട്ടിലാണോ ഭക്ഷണം തരുന്നില്ല? പിന്നെ ബസ് വിറ്റ പൈസ എന്ത് ചെയ്യും? അത് എവിടെ പോയി? അതങ്ങ് കൊണ്ട് കൊടുത്തായിരുന്നെങ്കിൽ സുഖമായിട്ടിരിക്കുന്നു. മരവോളി പോയിക്കുന്നു. മരുമകൾ ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മരുമകൾക്കും മക്കൾക്കും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയോ വസ്തു വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അവർ താമസിക്കുന്ന വസ്തു ഞാൻ വാങ്ങിയ വസ്തു എന്റെ കാശിന്റെ പുറത്ത് വാങ്ങിച്ച. എത്ര സെന്റ് ഉണ്ട് അവരിപ്പോ താമസിക്കുന്ന സ്ഥലം? 10-20 സെന്റ് ഉണ്ട്. അത് അവരവർക്കാണ് വാങ്ങിച്ചത്. അവിടെ വീട് വെക്കാൻ സഹായിച്ച് ഞാനാ. പുള്ളി പൈസ അയച്ചു കൊടുത്ത് വാങ്ങിച്ച വസ്തുവാണ്.